ടോപ്പ് ട്യൂഷൻ്റെ ഹിസ്റ്ററി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 4 ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫോക്കസ്ഡ് ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റേജസ് എ ബിൽ ഗോസ് ത്രൂ ടു ബിക്കം എ ലോ? ഒരു ബില്ല് ഏതൊക്കെ സ്റ്റേജസിലൂടെ പാസ് ചെയ്തിട്ടാണ് ഒരു ലോ ആയിട്ട് മാറുന്നത്? ഇപ്പോൾ ബില്ല് വന്നിട്ട് 3 സ്റ്റേജസിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഫസ്റ്റ് റീഡിംഗ് ആണ്, പിന്നെ വരുന്നത് സെക്കൻഡ് റീഡിങ്, പിന്നെ വരുന്നത് തേർഡ് റീഡിങ്. ഇപ്പോൾ ഫസ്റ്റ് റീഡിങ്ങിലാണ് ഒരു ബില്ല് ഏതെങ്കിലും പാർലമെൻറ്റ് ഹൗസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് റീഡിങ്ങിൽ വന്നിട്ട് ഈ ബില്ലിനെ തുടർന്ന് പാർലമെൻറ്റ് ഹൗസിൽ ഒരു ഡിബേറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഫർദർ എക്സാമിനേഷന് വേണ്ടിയിട്ട് ഈ ഒരു ബില്ല് വന്നിട്ട് കമ്മിറ്റിക്ക് സെൻഡ് ചെയ്യും. തേർഡ് റീഡിങ്ങിൽ വന്നിട്ട് ഈ ഒരു ഫൈനൽ വേർഷൻ ഓഫ് ബില്ലിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഹൗസിലുള്ള മെമ്പേഴ്സ് വോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി 2 ഹൗസുകാരും ഈ ഒരു ബില്ല് പാസ് ചെയ്തതിൽ ഇത് വന്നിട്ട് നേരെ പ്രസിഡൻറ്റിനാണ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അവിടെ വെച്ചിട്ടാണ് ഈ ഒരു ബില്ല് ലോ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഫസ്റ്റ്, എ ബിൽ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഐദർ ഹൗസ് ഓഫ് പാർലമെൻറ്റ് വിച്ച് ഈസ് കോൾഡ് ദ ഫസ്റ്റ് റീഡിംഗ്. In the second reading, the bill is debated in the House or sent to a committee for examination. In the third reading, the House votes on the final version of the bill. If passed by both houses, it is sent to the President for assent, after which it becomes a law. Question: explain the composition function of the Council of Ministers. Council of Ministers ന്റെ കോമ്പോസിഷനും ഫംഗ്ഷനെയും കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇപ്പോൾ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. ഇപ്പോൾ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ് പ്രസിഡൻറ്റിനെ സഹായിക്കുന്നത്. ഇപ്പോൾ ഇവർ നാഷണലും ഫോറിനും പോളിസീസൊക്കെ ഉണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ പുതിയ ലോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവരാണ് ബില്ല് ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം ഗവൺമെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിലുള്ള വർക്ക്സൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Council of Ministers is headed by the Prime Minister and aids the President. It is responsible for forming national and foreign policies. It steers the legislative process by drafting bills. It also coordinates the activities of various government departments. Question: what is the difference between real and nominal executive? റിയലും നോമിനൽ എക്സിക്യൂട്ടീവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇന്ത്യൻ പാർലമെൻ്ററി സിസ്റ്റത്തിൽ 2 എക്സിക്യൂട്ടീവാണുള്ളത്. ഒന്ന് റിയൽ എക്സിക്യൂട്ടീവും പിന്നെ ഒന്ന് നോമിനൽ എക്സിക്യൂട്ടീവാണ്. അപ്പോൾ ഇന്ത്യൻ പാർലമെൻ്ററി സിസ്റ്റത്തിൽ പ്രസിഡൻ്റാണ് നോമിനൽ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഓഫ് ദി എക്സിക്യൂട്ടീവായിട്ട് വരുന്നത്. ഇതിനർത്ഥം ഫോർമലി എല്ലാ പവറും പ്രസിഡൻറ്റിനാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ റിയൽ എക്സിക്യൂട്ടീവ് പവർ വന്നിട്ട് പ്രൈം മിനിസ്റ്ററിനും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനാണ് കൊടുത്തിരിക്കുന്നത്. അവരാണ് അഡ്മിനിസ്ട്രേഷൻ റൺ ചെയ്യുന്നതും ഈ ഡിസിഷൻസ് എടുക്കുന്നതൊക്കെ. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഇൻ ഇന്ത്യാസ് പാർലമെൻ്ററി സിസ്റ്റം, ദ പ്രസിഡന്റ് ഈസ് എ നോമിനൽ ഓർ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഓഫ് ദി എക്സിക്യൂട്ടീവ്. This means the powers are formally vested in the President. However, the real executive power is exercised by the Prime Minister and the Council of Ministers. They make the key decisions and run the administration. കൊടുക്കുന്നതോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. Question: what are the main powers of the Supreme Court? സുപ്രീം കോർട്ടിൻ്റെ മെയിൻ പവേഴ്സ് എന്തൊക്കെയാണ്? ഇപ്പോൾ സുപ്രീം കോർട്ടിന് 4 ജൂറിസ്ഡിക്ഷനാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ വന്നിട്ട് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ, പിന്നെ അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ, അഡ്വൈസറി ജൂറിസ്ഡിക്ഷനും അതുപോലെ റിറ്റ് ജൂറിസ്ഡിക്ഷനാണ് ഉള്ളത്. അപ്പോൾ സുപ്രീം കോർട്ടിൻ്റെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് സെൻറ്റർ സ്റ്റേറ്റ് ഡിസ്പ്യൂട്ട്സ് പോലെയുള്ള കേസസൊക്കെ ഡയറക്റ്റായിട്ട് കേൾക്കാൻ സാധിക്കുന്നു. പിന്നെ അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷനിൽ വന്നിട്ട് ലോവർ കോർട്ട്സിൻ്റെ ജഡ്ജ്മെൻറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള അപ്പീൽസൊക്കെ കേൾക്കുന്നു. പിന്നെ വരുന്നത് അഡ്വൈസറി ജൂറിസ്ഡിക്ഷനാണ്. അതിൽ പ്രസിഡൻറ്റ് ചോദിക്കുമ്പോൾ അവർക്ക് വേണ്ട ലീഗൽ അഡ്വൈസാണ് ഇവിടെ കൊടുക്കുന്നത്. പിന്നെ ലാസ്റ്റത്തെ പറയുന്നത് റിറ്റ് ജൂറിസ്ഡിക്ഷനാണ്. അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് രക്ഷിക്കാനുള്ള ഓർഡേഴ്സൊക്കെ ഇഷ്യൂ ചെയ്യുന്നത് ഇതിനകത്താണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Supreme Court has original jurisdiction to hear cases like center state disputes directly. It has appellate jurisdiction to hear appeals against judgments of lower courts. It has advisory jurisdiction to give legal advice to the President when asked. It has a rich jurisdiction to issue orders to protect fundamental rights. Question: why does India have a bicameral legislature? എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ബൈകാമറൽ ലെജിസ്ലേച്ചർ ഉള്ളത്? അപ്പോൾ
ഇപ്പോൾ ഇന്ത്യ പോലെയുള്ള ലാർജ് സൈസും ഡൈവേഴ്സിറ്റിയുള്ള കൺട്രീസിനാണ് ബൈ ക്യാമറ ലെജിസ്ലേറ്റർ ഓഫൺ ഉണ്ടാവുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഒരു കൺട്രിയുടെ ഡൈവേഴ്സിറ്റിയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഹൗസും അതുപോലെ സ്റ്റേറ്റിന് വേണ്ടി ഒരു ഹൗസുമാണ് ഇതിനകത്ത് വരുന്നത്. ഇത് വന്നിട്ട് ഒരു സെക്കൻഡ് തോട്ടിനും അതുപോലെ ഡീപ്പർ ആയിട്ടുള്ള ഡിസ്കഷനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഒരു ബെറ്ററും അതുപോലെ മോർ കെയർഫുള്ളും ആയിട്ടുള്ള ലെജിസ്ലേഷൻ ഇത് എൻഷുർ ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്കിങ്ങനെ എഴുതാൻ നോക്കാം. Countries with large size and diversity like India often have a bicameral legislature. It helps to represent the diversity of the country with one house for the people and one for the states. It allows for a second thought and deeper discussion on every law. This ensures better and more careful legislation. Question: What are residuary powers? Residuary powers പറഞ്ഞാൽ എന്താണ്? റെസിഡറി പവേഴ്സ് എന്ന് പറയുന്നത് 3 ലിസ്റ്റ്, അതായത് യൂണിയൻ, സ്റ്റേറ്റ്, കൺകറന്റ്, ഈ 3 ലിസ്റ്റിലും പെടാത്ത സബ്ജക്ട്സ് ആണ് റെസിഡറി പവേഴ്സിൽ വരുന്നത്. അപ്പോൾ ഈ സബ്ജക്ട്സിൻ്റെ മേലെയുള്ള ലോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പവർ വന്നിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിനാണ് കൊടുത്തിരിക്കുന്നത്. റെസിഡറി സബ്ജക്റ്റിന് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സൈബർ ലോസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്കിങ്ങനെ എഴുതാൻ നോക്കാം. റെസിഡറി പവേഴ്സ് റെഫർ ടു ദ സബ്ജക്ട്സ് ദാറ്റ് ആർ നോട്ട് മെൻഷൻഡ് in any of the 3 lists, that is union, state or concurrent. The power to make laws on these subjects is given to the central government. This ensures that any new subject that emerges over time can be legislated upon. An example of a residuary subject is cyber laws. Join Top Tuition Center today to achieve excellent success through small batch-sized tuition classes for high school students. Question: How are members of the Rajya Sabha elected? എങ്ങനെയാണ് രാജ്യസഭയിലുള്ള മെമ്പേഴ്സിനെ എലക്ട് ചെയ്യുന്നത്? ഇപ്പോൾ രാജ്യസഭയിലുള്ള മെമ്പേഴ്സിനെ വന്നിട്ട് ജനങ്ങൾ ഡയറക്റ്റായിട്ട് എലക്ട് ചെയ്യുന്നില്ല. അവരിനെ എലക്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലുള്ള എലക്റ്റഡ് മെമ്പേഴ്സാണ്. ഈ ഒരു സിസ്റ്റം വന്നിട്ട് ഇൻഡയറക്റ്റ് എലക്ഷൻ ആണ്. ഇതിനകത്ത് എന്താ ഇൻഷുവേഴ്സ് ചെയ്യുന്നത് വെച്ചാൽ പാർലമെൻറ്റിൽ സ്റ്റേറ്റ്സ് ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ ഈ ഒരു റെപ്രസെൻറ്റേഷൻ പറയുന്നത് ഓരോ സ്റ്റേറ്റിലെ പോപ്പുലേഷനും പ്രപ്പോർഷണലാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Members of the Rajya Sabha are not elected directly by the people. They are elected by the elected members of the state legislative assemblies. This system of indirect election ensures that the states are represented in the parliament. The representation is proportional to the population of each state. Question: What is single citizenship? Single citizenship പറഞ്ഞാൽ എന്താണ്? സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും അവർ എവിടെ ജനിച്ചതായാലും എവിടെ ജീവിക്കുന്നവരായാലും ഇന്ത്യയുടെ സിറ്റിസൺസ് മാത്രമാണ്. അവരുടെ സ്റ്റേറ്റ്സിൻ്റെ സിറ്റിസൺസ് അല്ല. ഈ ഒരു കൺസെപ്റ്റ് എന്തിനാന്ന് വെച്ചാൽ ജനങ്ങൾക്കിടയിൽ ഒരു യൂണിറ്റിയും ഫ്രെറ്റേണിറ്റിയും ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു. ഇത് റീജിയണൽ മാത്രമല്ല, സെപ്പറേറ്റിസ്റ്റ് ഭാവനകൾ കുറയ്ക്കാനും വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Single citizenship means that all Indians, no matter which state they were born in or live in, are citizens of India only. They are not citizens of their respective states. This feature was adopted to promote a feeling of unity and fraternity among the people. It aims to reduce regional and separatist tendencies. Question: How is the President of India elected? എങ്ങനെയാണ് ഇന്ത്യ പ്രസിഡന്റിനെ എലക്ട് ചെയ്യുന്നത്? അപ്പോൾ പ്രസിഡന്റിനെ ഇൻഡയറക്റ്റ്ലി എലക്ട് ചെയ്യുന്നത് ഇലക്ടോറൽ കോളേജാണ്. ഈ ഇലക്ടോറൽ കോളേജിൽ വന്നിട്ട് 2 പാർലമെൻറ്റ് ഹൗസസത്തെയും എലക്റ്റഡ് മെമ്പേഴ്സ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലുള്ള എലക്റ്റഡ് മെമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഇൻഡയറക്റ്റ് ആയിട്ട് ഈ പ്രസിഡന്റിനെ എലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The president is elected indirectly by an electoral college. This electoral college consists of elected members of both houses of parliament, that is Lok Sabha and Rajya Sabha. It also includes the elected members of the state legislative assemblies. This method ensures representation from both the center and the states in the election of the head of the state. Question: What is the term of Lok Sabha and Rajya Sabha member? ലോകസഭയുടെയും രാജ്യസഭയുടെ മെമ്പറിൻ്റെ ടേം എത്രയാണ്? ഇപ്പോൾ ലോകസഭയിലുള്ള മെമ്പറിൻ്റെ ടേം എന്ന് പറയുന്നത് 5 yearsഉം അതേസമയം രാജ്യസഭയിലുള്ള മെമ്പറിൻ്റെ ടേം എന്ന് പറയുന്നത് 6 yearsഉമാണ്. ഇപ്പോൾ രാജ്യസഭ പറയുന്നത് ഒരു പെർമനൻറ്റ് ഹൗസാണ്. അത് ഒരിക്കലും ഡിസോൾവ് ആവുന്നില്ല. പക്ഷേ
ഓരോ 2 വർഷം കൂടുമ്പോഴും 1/3 ഓഫ് ദെയർ മെമ്പേഴ്സിൻ്റെ 1/3 വന്നിട്ട് റിട്ടയർഡ് ആയിട്ട് പോകുന്ന സമയത്ത് അവർ വീണ്ടും ഒരു എലക്ഷൻ വെക്കുകയാണ് ആ ഒരു സീറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The term of the Lok Sabha is 5 years, after which a general election is held. The term of office for a member of the Rajya Sabha is 6 years. The Rajya Sabha is a permanent house and is never fully dissolved. 1/3 of its members retire every 2 years and elections are held for those seats. Subscribe to this channel for more videos like this. Question: What is a money bill? Money bill പറഞ്ഞാൽ എന്താണ്? ഗവൺമെൻറ് ബോറോയിങ്, പബ്ലിക് എക്സ്പെൻഡിച്ചർ, ടാക്സേഷൻ പോലെയുള്ള ഫിനാൻഷ്യൽ മാറ്റേഴ്സിന് ഡീൽ ചെയ്യുന്ന ബില്ലാണ് മണി ബിൽ എന്ന് പറയുന്നത്. ഇത് വന്നിട്ട് ലോകസഭയിൽ മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. രാജ്യസഭയ്ക്ക് ഈ ഒരു ബില്ല് റിജക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അമെൻഡ് ചെയ്യാനുള്ള പവർ ഇല്ല. ലോകസഭയിലുള്ള സ്പീക്കറിനാണ് ഫൈനൽ പവർ ഉള്ളത്. അതായത് ഒരു ബില്ല് മണി ബില്ലാണോ അല്ലേ എന്ന് ഡിസൈഡ് ചെയ്യാനുള്ള പവർ ലോകസഭയിലുള്ള സ്പീക്കറിന് മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. A money bill is a bill that deals with financial matters like taxation, public expenditure and government borrowing. It can only be introduced in the Lok Sabha. The Rajya Sabha cannot reject or amend a money bill. It can only make recommendations. The Speaker of the Lok Sabha has the final power to decide if a bill is a money bill or not. Question: Why is the judiciary called the protector of the constitution? എന്തുകൊണ്ടാണ് ജുഡീഷ്യറിനെ പ്രൊട്ടക്ടർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ലെജിസ്ലേറ്ററും എക്സിക്യൂട്ടീവും ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി വന്നിട്ട് ജുഡീഷ്യറിക്കാണുള്ളത്. അതുമാത്രമല്ല, ജുഡീഷ്യറി വന്നിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസും അതുപോലെ തന്നെ എല്ലാ സിറ്റിസൺസിൻ്റെയും ഫണ്ടമെൻ്റൽ റൈറ്റ്സും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ജുഡീഷ്യറി തന്നെയാണ്. അതുകൊണ്ടാണ് ജുഡീഷ്യറിനെ അൾട്ടിമേറ്റ് ഗാർഡിയൻ അല്ലെങ്കിൽ പ്രൊട്ടക്ടർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ദ ജുഡീഷ്യറി ഹാസ് ദ റെസ്പോൺസിബിലിറ്റി ടു എൻഷുർ ദാറ്റ് ദ ലെജിസ്ലേറ്റർ ആൻഡ് ദ എക്സിക്യൂട്ടീവ് ഫങ്ഷൻ അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് പ്രൊട്ടക്ട്സ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് ആൻഡ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് ദി സിറ്റിസൺസ്. Through its power of judicial review, it can strike down any law that violates the constitution. This makes the ultimate guardian or protector of the constitutional framework. Question: What is the more rigid method of constitutional amendment? Constitutional amendment inde more rigid method ഏതാണ്? ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ക്രൂഷ്യൽ പ്രൊവിഷൻസ് അമെൻഡ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് മോർ റിജിഡ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് 2 പാർലമെൻറ്റ് ഹൗസസിൽ നിന്നുള്ള സ്പെഷ്യൽ മെജോറിറ്റി അത്യാവശ്യമാണ് ഈ ഒരു അമെൻമെൻറ്റ് പാസ്സാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സ്പെഷ്യൽ മെജോറിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ 2 ഹൗസിലുള്ള ടോട്ടൽ മെമ്പർഷിപ്പിൻ്റെ മെജോറിറ്റിയും അതേസമയം മെമ്പേഴ്സ് പ്രസൻ്റ് ആയിട്ടുള്ള 2/3 ഓഫ് ദി മെജോറിറ്റിയാണ് ഇതിന് വേണ്ടത്. ഇതുകൂടാതെ തന്നെ സ്റ്റേറ്റിൻ്റെ ഹാഫിൽ കുറയാത്ത ലെജിസ്ലേറ്റേഴ്സിൻ്റെ അപ്രൂവലും കൂടി ഇത് പാസ്സാക്കാൻ വേണ്ടി ആവശ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ അമെൻഡിങ് ദ മോസ്റ്റ് ക്രൂഷ്യൽ പ്രൊവിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. It requires a special majority of both houses of parliament for the amendment to be passed. A special majority means a majority of the total membership of the house and a majority of 2/3 of the members present and voting. Additionally, it must be approved by the legislatures of not less than half of the states. Question: What happens if the Prime Minister loses the majority in the Lok Sabha? ലോകസഭയിൽ പ്രൈം മിനിസ്റ്ററിന് മെജോറിറ്റി നഷ്ടമായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ പ്രൈം മിനിസ്റ്ററിനും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനും പവറിൽ റിമെയിൻ ചെയ്യണമെങ്കിൽ ലോകസഭയിൽ അവർക്ക് മെജോറിറ്റി ഉണ്ടാവണം. ഇപ്പോൾ മെജോറിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ റിസൈൻ ചെയ്യേണ്ടി വരും. പ്രൈം മിനിസ്റ്റർ വന്നിട്ട് പ്രൈം മിനിസ്റ്ററിൻ്റെ റെസിഗ്നേഷൻ വന്നിട്ട് പ്രസിഡൻറ്റിനാണ് കൊടുക്കേണ്ടത്. ഇത് വന്നിട്ട് ഒരു പുതിയ ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു പുതിയ ജനറൽ ഇലക്ഷനാണ് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Prime Minister and the Council of Ministers can remain in power only as long as they enjoy the confidence of the Lok Sabha. If they lose their majority, for example, through a no confidence motion, they must resign. The Prime Minister submits his resignation to the President. This may lead to the formation of new government or a new general election. Question: What is the role of the Speaker of the Lok Sabha? ലോകസഭയിലുള്ള സ്പീക്കറിൻ്റെ റോള് എന്താണ്?
ഇപ്പോൾ ലോകസഭയിലുള്ള പ്രിസൈഡിംഗ് ഓഫീസറാണ് സ്പീക്കർ. ഒരു പാർലമെൻറ്റ് ഹൗസിലുള്ള ഡിസിപ്ലിനും ഡെക്കോറവും മെയിൻറ്റെയിൻ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി സ്പീക്കറിനാണുള്ളത്. സ്പീക്കർ തന്നെയാണ് ഒരു ഹൗസിൽ അജണ്ട ഡിസൈഡ് ചെയ്യുന്നത്. സ്പീക്കറിനാണ് ഒരു ബില്ല് മണി ബില്ലാണോ അല്ലേ എന്നുള്ള ഡിസൈഡ് ചെയ്യാനുള്ള പവർ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Speaker is the presiding officer of the Lok Sabha. He or she is responsible for maintaining discipline and decorum in the House. The Speaker decides the agenda for the House and allows members to speak. The Speaker also has the power to decide if a bill is a money bill. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.